ഒരു പഴത്തിനോ ഒരു ബാഗിനോ എന്തെങ്കിലും രാഷ്ട്രീയം പറയാൻ കഴിയുമോ? കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാതി മുറിച്ച തണ്ണിമത്തൻ്റെ ആകൃതിയിലുള്ള ബാഗുമായി എത്തിയ കനി കുസൃതി ചർച്ച ചെയ്യപ്പെട്ടത് ആ ബാഗ് പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്. കേവലം തണ്ണിമത്തൻ്റെ ആകൃതിയിലുള്ള ഒരു ബാഗിന് എന്ത് രാഷ്ട്രീയം പറയാൻ കഴിയും എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ തണ്ണിമത്തൻ എന്നത് പലസ്തീൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് മനസ്സിലാകും. വർഷം 1967. 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൻ്റെയും ഗാസയുടെയും നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തു. കിഴക്കൻ ജെറുസലേം ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക കൂടി ചെയ്തു. ഇതുമാത്രമല്ല അന്ന് ഇസ്രായേൽ ചെയ്തത്, അന്ന് നിലവിലുണ്ടായിരുന്ന പലസ്തീൻ്റെ പതാക നിരോധിക്കുക കൂടി ചെയ്തു. എന്നാൽ പതാക നിരോധനത്തെ പലസ്തീൻ നേരിട്ടത് പാതി മുറിച്ച തണ്ണിമത്തനിലൂടെയാണ്. ഇവിടെയാണ് തണ്ണിമത്തൻ ഒരു രാഷ്ട്രീയ ആയുധമാകുന്നത്. തണ്ണിമത്തൻ്റെ പുറന്തോടിൻ്റെ നിറമായ പച്ചയും അതിൻ്റെ കാമ്പിൻ്റെ നിറമായ ചുവപ്പും കുരുവിൻ്റെ നിറമായ കറുപ്പും എല്ലാം പലസ്തീൻ്റെ പതാകയിലുമുണ്ട്. പതാകയെ നിരോധിച്ചതുകൊണ്ട് മാത്രം ഒന്നും അവസാനിച്ചില്ല. 1980-ൽ പലസ്തീൻ ചിത്രകാരന്മാരായ നബീൽ അനാനിയുടെയും ഇസ്ലാം ബദറിൻ്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന 79 ആർട്ട് ഗാലറികൾ ഇസ്രായേൽ സർക്കാർ അടച്ചുപൂട്ടി. പലസ്തീൻ പതാക വരയ്ക്കുന്നത് നിഷിദ്ധമാണെന്ന് അന്ന് അത് കണ്ടുകെട്ടിയ ഉദ്യോഗസ്ഥൻ ചിത്രകാരന്മാരോട് പറഞ്ഞു. അപ്പോൾ ഇസാം പറഞ്ഞു, ഞാൻ ചുവപ്പും പച്ചയും കറുപ്പും വെളുപ്പുമുള്ള ഒരു പുഷ്പമുണ്ടാക്കിയാലോ? അതിന് ഉദ്യോഗസ്ഥൻ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞത്, അതും ഞങ്ങൾ കണ്ടുകെട്ടും എന്നാണ്. നിങ്ങളൊരു തണ്ണിമത്തൻ വരച്ചാൽ അതും ഞങ്ങൾ കണ്ടുകെട്ടും. ഉദ്യോഗസ്ഥൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ നിറങ്ങൾക്ക് കൂടിയാണ് അന്ന് ഇസ്രായേൽ വിലക്കിട്ടത്. വർഷം 1993. രാഷ്ട്രീയ പരിസരങ്ങൾ മാറിമറിഞ്ഞു. ഇരു രാജ്യങ്ങളും ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ചു. വർഷങ്ങൾ നീണ്ടുനിന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി ഒപ്പുവെച്ച ആദ്യ കരാർ. ഗാസ മുനമ്പിൽ പലസ്തീൻ്റെ അവകാശങ്ങൾ ഉറപ്പിച്ച കരാർ. അതോടെ പതാകയുടെ മേലുണ്ടായിരുന്ന വിലക്ക് എടുത്തുമാറ്റപ്പെട്ടു. നഷ്ടപ്പെട്ട കൊടിയും അവരുടെ ഭൂമിയിൽ തിരിച്ചു വന്നു. 2007. ഇസ്രായേലിനെതിരെ പലസ്തീൻ ശക്തമായ പ്രതിരോധം നടത്തുന്ന സമയം. ഖാലിദ് ഹുറാനി എന്ന കലാകാരൻ ദ സ്റ്റോറി ഓഫ് ദി വാട്ടർമെലൺ എന്ന പേരിൽ സബ്ജക്റ്റീവ് അറ്റ്ലസ് ഓഫ് പലസ്തീൻ എന്ന പുസ്തകത്തിനു വേണ്ടി ഒരു ചിത്രം സൃഷ്ടിച്ചു. 2013-ൽ അദ്ദേഹം ഒരു പ്രിന്റ് വേർതിരിച്ചെടുത്ത് അതിന് പലസ്തീൻ പതാകയുടെ നിറങ്ങൾ എന്ന് പേരിട്ടു. അത് ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടു. ആ തണ്ണിമത്തനാണ് പിന്നീട് ലോകമെമ്പാടുമുള്ള പലസ്തീൻ ഐക്യദാർഢ്യ വേദികളിൽ കണ്ടത്. ആ തണ്ണിമത്തനാണ് ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കനി കുസൃതി ഉൾപ്പെടെ നിരവധി പേരുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി മാറിയത്. കനി മാത്രമല്ല കാൻ 2024-ൽ പലസ്തീൻ അനുകൂല നിലപാട് പ്രകടിപ്പിച്ചത്. കേറ്റ് ബ്ലാഞ്ചറ്റും ലീല ബെക്തിയും അവരുടെ വസ്ത്രങ്ങളിലൂടെ പലസ്തീൻ അനുകൂല നിലപാട് വ്യക്തമാക്കി. ലോകമെമ്പാടും നടക്കുന്ന പലസ്തീൻ അനുകൂല സമരങ്ങളിൽ ഇത്തവണ കാനിലും പ്രതിഫലിച്ചു.